ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബബിൾ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് ബലൂൺ ഫ്രോക്കും എന്ന് പറയാം കേട്ടോ. ബബിൾ ഫ്രോക്കും ബലൂൺ ഫ്രോക്കും ഈ രണ്ട് പേരിലും ഈ ഒരു ഡിസൈന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. കാണാനും നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. ഇത് ബബിള് പോലെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിനായിട്ട് ഞാൻ ആദ്യം ചെയ്തെടുക്കുന്നത് ആ ഫ്രോക്കിൻ്റെ താഴെ ഭാഗത്ത് വന്ന ആ ഒരു ബബിൾ പോലെ വരുന്നൊരു പാർട്ട് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പീസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് 2ആയിട്ട് മടക്കിയിട്ട് എനിക്കിവിടെ 30 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലെങ്ത് ആയിട്ട് ഞാൻ 15 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് 30 ഇഞ്ചസിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് 60 ഇഞ്ചസ് ആയിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ ഞാനിതുപോലെ 2ആയിട്ട് മടക്കിയിട്ടൊന്ന് വെച്ച് കാണിക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള ലൈനിങ് പീസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ നിന്നും 3 ഇഞ്ചസ് മൈനസ് ചെയ്തിട്ട് 12 ഇഞ്ചസാണ് കേട്ടോ ഈ ഒരു ലൈനിങ് പീസിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. ഇങ്ങനെ തന്നെ വേണം കേട്ടോ നമ്മൾ ലൈനിങ് പീസ് എടുക്കുമ്പോൾ. മെയിൻ ഫാബ്രിക്കിൽ നിന്നും 2-3 ഇഞ്ചസ് മൈനസ് ചെയ്തിട്ട് വേണം ലൈനിങ് പീസ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ നല്ല വശത്തിന് മുകളിലേക്കാക്കിയിട്ടാണ് ഈ ഒരു ലൈനിങ് പീസിനെ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഞാനിവിടെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഫ്രോക്കിൻ്റെ താഴെ വരുന്ന ഒരു പാർട്ട് ഉണ്ടല്ലോ, ആ ബബിൾ പോലെ വരുന്ന ആ പാർട്ട്, അതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എൻ്റെ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ വരുന്നുണ്ട് മെയിൻ ഫാബ്രിക്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നല്ല വശത്തിന് മുകളിലാണ് ഇപ്പോൾ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ മെയിൻ ഫാബ്രിക് കുറച്ച് ലെങ്ത്ത് കൂടിയത് കൊണ്ട് തന്നെ ഞാൻ അത് മാത്രമായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ മെയിൻ ഫാബ്രിക് മാത്രം മടക്കിയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഞാൻ മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ്ങും ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങളത് ഇത് രണ്ടും സെയിം വിഡ്ത്താണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഭാഗമായിരിക്കും നമ്മുടെ ഫ്രോക്കിൻ്റെ താഴെ വരുന്ന ആ ഒരു ബലൂണ് പോലെ നിൽക്കുന്ന ഒരു പാർട്ടില്ലേ, അത് വരുന്ന ഭാഗമാണ് ഇപ്പം ഞാനിതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് പ്ലീറ്റ്സ് ഇടണമെന്നില്ല, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അതാ ഞാൻ ആ ഒരു ഭാഗം മൊത്തം പ്ലീറ്റ്സ് ഇട്ട് വന്നപ്പോഴേക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തിട്ട് ഒരേ ലെവലാക്കി എടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിൻ്റെ അങ്ങോട്ടേക്ക് കുറച്ചധികം പ്ലീറ്റ്സ് ഉണ്ടാവും കേട്ടോ. ലൈനിങ്ങിൽ നോക്കുമ്പോൾ അത്രത്തോളം ഉണ്ടാവില്ല, മെയിൻ ഫാബ്രിക്ക് കുറച്ചധികം പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഇനി ഇതാ ഈ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ ഇത്ര വ്യത്യാസം വരുന്നില്ലേ, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ലൈനിങ്ങിനെ ആ എഡ്ജിലേക്ക് അങ്ങ് കൊണ്ടുപോകണം കേട്ടോ. ഇതാ ഇതുപോലെ എടുക്കുമ്പോൾ താഴെ ഭാഗം ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ മുകൾ ഭാഗം നമുക്ക് അത്രത്തോളം മെയിൻ ഫാബ്രിക്കും ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ഭാഗത്തും പ്ലീറ്റ്സ് ഇട്ടിട്ട് ആ ലൈനിങ്ങിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ നമ്മൾ പ്ലീറ്റ്സ് അല്ല ഇട്ട് കൊടുക്കുന്നത്, അത് ഞാൻ കാണിക്കാം എന്താ ചെയ്തെടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഒരു ലെയർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 15 ഇഞ്ച് ഉള്ളത് ഇപ്പം ഒരു 14 ഇഞ്ചൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ലെയറും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സെയിം മെത്തേഡിൽ തന്നെ ഞാനിതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ നമുക്ക് 14 ഇഞ്ചസും സെക്കൻഡ് ലെയർ 10 ഇഞ്ചസും ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഡബിൾ ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തി വെക്കാം കേട്ടോ. നല്ല വശമുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്കാക്കിയിട്ട് ഈ ഒരു പീസിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് കാണാത്ത രൂപത്തിൽ ഉള്ളിലേക്ക് ആക്കിയിട്ട് പോകും കേട്ടോ. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ബലൂൺ ഫ്രോക്കാണല്ലോ, അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ നമ്മൾ ആ തയ്യൽ തുമ്പ് കാണുമ്പോൾ ബോറാവും കേട്ടോ. അപ്പോൾ അത് കാണാതെ നല്ല റൗണ്ടിൽ നല്ല വൃത്തിയിൽ കിട്ടും ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പീസിനെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് കാണാത്ത രൂപത്തിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ പീസ് കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചാൽ ഒതുങ്ങാത്തൊരു ക്ലോത്തും കൂടെയാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്.
അപ്പം ഇതുപോലെ ഞാൻ ഇനി വെച്ചിട്ട് ഇനി നമുക്ക് ആ ഒരു യോക്കിൻ്റെ ഭാഗം ഒന്ന് ഞൊറിവാക്കിയിട്ടെടുക്കണം. അപ്പോൾ നോർമലി നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് പോലെ അല്ല കേട്ടോ ഈ ഒരു ഭാഗം ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മുടെ സ്റ്റിച്ച് മാക്സിമം ലൂസാക്കി എടുത്തിട്ട് ഒരു സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഈ ഒരു മെയിൻ പീസ് കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഞാൻ അവിടെയും ഇവിടെയും ചെറിയ പ്ലീറ്റ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ ലെങ്ത്തിൽ ത്രെഡ് നമ്മൾ വലിച്ചെടുത്തിട്ട് ഞൊറിവുണ്ടാക്കൂലേ, അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഹാഫിൻ്റെ ഒരു ഭാഗത്ത് പിന്ന് കുത്തി വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു പിന്ന് മാറ്റിയിട്ട് ബാക്കി വന്നിട്ടുള്ള ആ പീസിനെ ഇതുപോലെ ആ ലൈനിങ് പീസിലേക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ ഞാൻ ഒരു ഞൊറിവ് ഇട്ടിട്ട് മെയിൻ പീസിനൊന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുഴുവൻ ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഞൊറിവൊന്നും ആയിട്ടില്ലല്ലോ. ഇനി നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ ഒരറ്റം പിടിച്ച് വലിച്ചിട്ട് ഇതുപോലെ ഞൊറിവ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത്രയും ഭാഗം ഞാനിതുപോലെ ഞൊറിവ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയാണ് കേട്ടോ ഇതുപോലെ ഞൊറിവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ഞൊറിവ് കിട്ടുകയും ചെയ്യും, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ ഞൊറിവ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ മാക്സിമം രണ്ട് സൈഡിലും ത്രെഡ് പിടിച്ച് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞൊറിവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രൂപത്തിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ത്രെഡ് പൊട്ടി പോവാതെ നമ്മൾ ഞൊറിവ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് 2 പീസ് വന്നിട്ടുണ്ട് ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ പീസും വന്നതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് കേട്ടോ അവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോക്കിൻ്റെ ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ ഈ ഒരു ബബിൾ സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോൾഡറിങ് അയൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബട്ടർഫ്ലൈസ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ബട്ടർഫ്ലൈസ് മേക്ക് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാനായിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ബട്ടർഫ്ലൈസ് മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഷോൾഡറിൽ ഞാൻ തുലിപ്പ് ഫ്ലവർ വെച്ചിട്ട് ഒരു ടൈ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബട്ടർഫ്ലൈസൊക്കെ യോക്കിൻ്റെ ഭാഗത്തും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുന്ന ഫ്രോക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 ലെയറാണ് കൊടുത്തിട്ടുള്ളത്. 2ഓ 3ഓ ലെയറൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഫ്രോക്ക് കാണാനായിട്ട്. തയ്യൽ തുമ്പൊന്നും കാണാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബലൂൺ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. Thank you for watching. Bye bye.